ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു മേക്കപ്പ് ബാഗ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കൂടുതലായും ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് ലേഡീസിനായിരിക്കും. ഞാൻ മുന്നേയൊക്കെ കുറച്ച് ബാഗ്സ് പോലത്തെയൊക്കെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തായിരുന്നു. ഞാൻ കൂടുതലായി അങ്ങനെ മേക്കപ്പ് ഐറ്റം പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ എൻ്റെ പൗച്ചിൽ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ എനിക്ക് ഇതുവരെ യൂസ് ചെയ്തതിൽ നിന്നും വളരെ കംഫർട്ടബിളായിട്ട് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഒരു ബാഗിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ ബാഗ് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിരുന്ന ബാഗ്. ഇത് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ആമസോണിലോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല. എൻ്റെ കയ്യിൽ ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 മാസത്തോളമായി. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും അല്ലാതെ നമ്മൾ വീട്ടിൽ കീപ്പ് ചെയ്യാനും എല്ലാം നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണിത്. അപ്പം ഇതിനിങ്ങനെ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്ത ബാഗാകുമ്പോൾ ഐറ്റംസ് കൂടുതൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിനെ മാനേജ് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഇങ്ങനെ ഒരു പോക്കറ്റായിട്ട് തുറക്കുന്ന ടൈപ്പാണ്. ഇവിടെ ഒരു കുഞ്ഞി പോക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങൾ ബേബി ഇതേപോലെ ഇങ്ങനെ കീപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ വലിയൊരു അറയാണ്. നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ 2 ചരട് പോലത്തെ ഐറ്റംസാണ്. 2 സൈഡിലായിട്ട് ഇങ്ങനെ 2 എന്താ പറയുക എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചരടാണുള്ളത്. അപ്പോൾ അതിങ്ങനെ ഇവിടെ അമർത്തിയിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. അതുപോലെ ഇത് ഇവിടെ ഇങ്ങനെ അമർത്തിയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് വലിയൊരു ബോക്സായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കിങ്ങനെ പരന്ന ഷേപ്പിൽ വേണമെങ്കിൽ വരെ ആക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എന്തൊക്കെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇത് കുറച്ച് മുടുക്കുത്തിയാണ്, അതായത് കുറച്ച് റബ്ബർ ബാൻഡ് പല കളേഴ്സിലായിട്ടുള്ളത്. അത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് പ്രൈസ് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എനിക്കൊന്ന് 30 രൂപയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതാണ് ഒന്ന്. പിന്നെ ഒരു കോംബ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ ഞാൻ കൂടുതൽ അങ്ങനെ ഫൗണ്ടേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യില്ല. വല്ലപ്പോഴും ഫംഗ്ഷന് മാത്രം യൂസ് ചെയ്താലായി. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് ഫെയർ ആൻഡ് ലവ്ലി. ഇത് ഞാൻ കുറച്ച് ബിടെക് പഠിക്കുന്ന സമയം മുതൽ ഈ സൺസ്ക്രീൻ അല്ല ഇത് ആക്ച്വലി, പക്ഷേ എനിക്കൊരു ക്രീം വേണമെന്നുള്ളത് കൊണ്ട് ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങി. എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. പക്ഷേങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരേ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി. പിന്നെ എൻ്റെ അടുത്ത് ഇതാ ഒരു നെയിൽ പോളിഷ് ഉണ്ട്. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച നെയിൽ പോളിഷാണ്. ഇത് പിങ്ക് കളർ, നല്ല നെയിൽ പോളിഷാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ടിഷ്യൂ കയ്യിൽ വെക്കാറുണ്ട്, പോക്കറ്റ് ടിഷ്യൂ. പിന്നെ അറിയാമല്ലോ, പെയിൻ ചീർപ്പാണിത്. പിന്നെ ഇത് നമ്മുടെ ശിങ്കാർ, ഇവിടെ നെറ്റിയിൽ തൊടുന്ന ശിങ്കാറാണ്. അതെന്താണ് സത്യം? പിന്നെ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ്. ഇതിൽ പിങ്ക് കളർ ലിപ്സ്റ്റിക്കും ഇത് ലിപ് ഗ്ലോസും ആണ്. ഇത് അത്യാവശ്യം കൊള്ളാം, നല്ല ഒരു ഷെയ്ഡാണ്. പിന്നെ ഇത് കുറച്ച് നമ്മുടെ ടിക് ക്ലിപ്പാണ്. പിന്നെ ഞാൻ ഈ ഒരു നെയിൽ പോളിഷ് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായി, റെഡ് കളർ. മറ്റേത് ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ പൊതുവെ ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടൊരു റെഡ് കളർ കൂടെ വാങ്ങി. ഇതൊരു ലിപ് ബാമാണ്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് വളയെടുത്തായിരുന്നു, അഥവാ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വള യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു വളയാണ് ഈ കവറിലുള്ളത്. അതുപോലെ തന്നെ സാത്തി ഓൾറെഡി എടുത്തു. ഇതും ഒരു 3 വളയാണ്. ഇതൊരു സിൽവർ ടൈപ്പ് ആയിട്ടുള്ളതായതുകൊണ്ട് ഇതും കൂടെ ഞാൻ എടുത്തു. മറ്റേത് ഗോൾഡ് ആണല്ലോ, അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ട്രഡീഷണൽ വിയേഴ്സിൻ്റെ ഒപ്പരാണ് മാച്ചായി പോവാം. അപ്പോൾ പാർട്ടി വിയർ ആണെങ്കിൽ ഇതിടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കാലം ഇവിടെ നിൽക്കുമെന്നുള്ളത് കൊണ്ട് ഞാനൊരു ഹെയർലൈൻ കൂടെ എക്സ്ട്രാ കരുതിയിട്ടുണ്ടായി. പിന്നെ ഇതറിയാമല്ലോ, ഞാൻ ഡാസ്ലറുടെ ഐലൈനറാണ് യൂസ് ചെയ്യാറ്. ഇത് കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാം 2 കുഞ്ഞി പോക്കറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഒരു പോക്കറ്റിൽ കുറച്ച് പിന്ന്, സേഫ്റ്റി പിന്ന് കാര്യങ്ങൾ, പിന്നെ വേറൊരു പോക്കറ്റിൽ ഇതേപോലെ ടിക്, അതുപോലെ തന്നെ നെയിൽ പോളിഷ് റിമൂവറിൻ്റെ ടിഷ്യൂ, ഒരു പൊട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. ബോക്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ക്ലിപ്സും കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. സത്യം കുറച്ച് ഇങ്ങോട്ടേക്ക് ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കും. അമ്മ ഇവിടെ തരാം. ഓക്കെ. പിന്നെ ഈ ഒരു ബോക്സിൽ ഞാൻ കുറച്ച് ട്രഡീഷണൽ ഐറ്റംസ് എടുത്തായിരുന്നു. അതായത് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഒപ്പം ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ജിമിക്കി എടുത്തിട്ടുണ്ടായി. ഇതാണ് ജിമിക്കി. പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു ടൈപ്പ് ജിമിക്കിയാണ്. ഇതിൻ്റെ മകൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ടൈമിൽ ഞാൻ യൂസ് ചെയ്ത് വാങ്ങിയ ജിമിക്കിയാണ് കേട്ടോ. പിന്നെ ഇത് വേറൊരു ടൈപ്പ്, ഇത് പിങ്ക് കളറാണ്, പിങ്ക് കളർ. പിന്നെ ഇതൊരു
ട്രഡീഷണൽ മാലയാണ്. അഥവാ സാരിയൊക്കെ ഉടുക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ എടുത്തതാണിത്. നല്ലൊരു മാലയാണ്. പിന്നെ ഒരു പാർട്ടി വിയർ പോലത്തെ നമ്മുടെ സാധാ യൂസ് ചെയ്യുന്ന ഒരു കമ്മൽ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തതാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇടാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇതുവരെ ഇട്ടിട്ടില്ല. യൂഷ്വലി ഗോൾഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബോക്സിൽ ഫുൾ ക്ലിപ്പാണ്. അതായത് പല ക്ലിപ്സാണുള്ളത്. കാണിച്ചു തരാം. എനിക്ക് റിബൺ ടൈപ്പ് ക്ലിപ്പ് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുറച്ചേ ആയുള്ളൂ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. യൂസ് ചെയ്തതിന് ശേഷം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു 2, 3, 4 ടൈപ്പ് റിബൺ ടൈപ്സ് എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ കുറച്ച് റിബൺ ടൈപ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. പിന്നെ ഇതേപോലത്തെ ബണ്ണ്, ഒരു ബ്ലാക്ക്, ഒരു വയലറ്റ്, ബ്ലൂ, പിന്നെ ഒരു ബ്ലാക്കിലൊരു രോമൻ ടൈപ്പ് പോലത്തെ ആയിട്ടുള്ളത്. പിന്നെ അതല്ലാതെ കുറച്ച് ക്ലിപ്സ്. ഇത് നമ്മുടെ സാധാ ടൈപ്പ് ക്ലിപ്പാണ്. ഇത് ബനാന ക്ലിപ്പ്. പിന്നെ ഇത് കുഞ്ഞി ക്ലിപ്സ്, കുഞ്ഞി ക്ലിപ്സാണിത്. ഇതും കുഞ്ഞി ക്ലിപ്പ്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ ഈ ബാഗിനുള്ളിൽ വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിലും കൂടുതൽ സാധനങ്ങൾ വരെ ഇതിൽ കൊള്ളും. അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഐറ്റംസാണ് വേണ്ടുമെങ്കിൽ പോലും അത് ഭദ്രമായി ഇതിൽ വെച്ച് നൈസായിട്ട് നമുക്ക് സ്പേസ് അധികം കൺസ്യൂം ചെയ്യാത്ത വിധത്തിൽ നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഈ ഒരു പൗച്ച് ഇഷ്ടമായെങ്കിൽ ഇത് വാങ്ങിക്കാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.